തുടർച്ചയായ 36 മണിക്കൂർ നേരത്തെ ആതുര സേവനത്തിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാനായി സെമിനാർ ഹാളിലേക്ക് പോകുന്ന യുവ ഡോക്ടർ. പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി സെമിനാർ ഹാള് ക്ലീൻ ചെയ്യാൻ വന്നവർ കാണുന്നത് അതിദാരുണമായ കാഴ്ചയാണ്. അർദ്ധനഗ്നയായി മരിച്ചു കിടക്കുന്ന ഡോക്ടറുടെ ശവശരീരമാണ് അവർക്ക് കാണേണ്ടി വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്ന് വ്യക്തമായിരുന്നു: ഇവിടെ ഡോക്ടർ അതിദാരുണമായി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡോക്ടറുടെ സ്വകാര്യ ഭാഗങ്ങൾ പിച്ചി ചീന്തപ്പെട്ട അവസ്ഥയിലായിരുന്നു. കൂടാതെ മുഖത്തും വയറിലുമെല്ലാം ധാരാളം മാർക്കുകളും ഉണ്ടായിരുന്നു. ഇതിലെല്ലാം ഉപരി ഉപയോഗിച്ചിരുന്ന സ്പെക്സിന്റെ ചില്ല് കണ്ണിൽ കുത്തിക്കേറപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മിടുക്കുകൊണ്ട് മാത്രം പ്രതിയായ സഞ്ജയ് റോയിയെ വെറും 6 മണിക്കൂറിനുള്ളിൽ പിടിക്കുന്നു. എന്തുകൊണ്ട് സഞ്ജയ് റോയ്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം, സംഭവം നടന്ന ഓഗസ്റ്റ് 9-ാം തീയതി പുലർച്ചെ 4 മണിക്ക് സഞ്ജയ് റോയ് സെമിനാർ റൂമിലേക്ക് പോകുന്നതിന്റെയും പിന്നീട് ഒരു 4:45 കൂടി തിരിച്ചു വരുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, സഞ്ജയ് റോയ് ഉപയോഗിച്ചിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോണും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. തുടരന്വേഷണത്തിൽ സഞ്ജയ് റോയ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഡോക്ടറുടെ രക്തക്കറ പൂണ്ട ഷൂസ് കൂടി കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചു. പിന്നീട് തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഇയാൾ അശ്ലീല ചിത്രങ്ങൾക്കും മദ്യത്തിനും അടിമയായിരുന്നു എന്നുകൂടി പോലീസിന് കണ്ടെത്താനായി. എന്നാൽ ഇവിടെ ഇരയാക്കപ്പെട്ട ഡോക്ടറുടെ ബന്ധുക്കൾ അവകാശപ്പെടുന്നത് ഈ ഒരു കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിന് പല കാരണങ്ങൾ അവർ നിരത്തുന്നുമുണ്ട്. ഒന്നാമതായി, ഈ ഡോക്ടർ അതിക്രൂരമായാണ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊരിക്കലും ഒരാളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഡോക്ടറുടെ ശരീരത്ത് നിന്ന് ഏകദേശം 150 ഗ്രാമോളം സെമൻ കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് ഒരേ സമയം മാക്സിമം 50 ഗ്രാമിൽ കൂടുതൽ സെമൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഇതുകൂടാതെ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടനെ ഹോസ്പിറ്റൽ അധികാരികളിൽ നിന്ന് ആരൊക്കെയോ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അവർ സംശയിക്കുന്നു. കാരണം സംഭവത്തെപ്പറ്റി അറിഞ്ഞ ഉടനെ അധികാരികൾ ആദ്യം ചോദിച്ചത് എന്തിനാണ് ആ വനിതാ ഡോക്ടർ സെമിനാർ ഹാളിലേക്ക് പോയത് എന്നാണ്. മാത്രമല്ല, അതൊരു സൂയിസൈഡ് ആണ് എന്നുകൂടി അവർ പറയുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം സഞ്ജയ് റോയ് എന്നത് മറ്റു പല ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെയും രക്ഷിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരാളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.